ഗ്രൂപ്പിലെ പോരാട്ടങ്ങൾക്കെല്ലാം ഫുൾ വിസിൽ മുഴങ്ങുന്നതോടെ റൗണ്ട് ഓഫ് 32 പോരാട്ടങ്ങൾക്ക് തിരശീല ഉയരും. ടീമുകൾ വർദ്ധിച്ചതിനാൽ ഗ്രൂപ്പ് സ്റ്റേജിൽ പ്രതീക്ഷിച്ചത്ര വമ്പൻ പോരാട്ടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ് ആരാധകരുടെ പ്രശ്നം. എന്നാൽ ഈ പ്രോബ്ലം റൗണ്ട് ഓഫ് 32-വിൽ പരിഹരിക്കപ്പെടുമോ? വമ്പന്മാരുടെ എതിരാളികൾ ആരെല്ലാമാകുമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. ആദ്യം തന്നെ നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഗ്രൂപ്പിലെ 3 മത്സരങ്ങളിൽ നിന്ന് 3 വിജയിച്ചാണ് ആൽബിസെലസ്റ്റുകൾ വരവറിയിക്കുന്നത്. അൾജീരിയക്കെതിരെ 3-0-നും ഓസ്ട്രിയക്കെതിരെ 2-0-നും അതുപോലെ തന്നെ ജോർദാനെതിരെ 1-3 ഗോളുകൾക്കുമാണ് അർജന്റീന ജയിച്ചു കയറിയത്. ഇതിലെ രസകരമായ വസ്തുത എന്തെന്ന് വെച്ചാൽ അർജന്റീന ടോട്ടൽ നേടിയ 8 ഗോളുകളിൽ 6 എണ്ണവും ലയണൽ മെസ്സിയാണ് സ്കോർ ചെയ്തത്. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി അർജന്റീന ഫിനിഷ് ചെയ്യുമ്പോൾ നൗക്കൌട്ടിൽ എതിരാളികൾ ഗ്രൂപ്പ് എച്ചിൽ നിന്നുള്ളവരാണ്. ഫിഫയുടെ ഒഫീഷ്യൽ ടൂർണമെന്റ് ഘടന പ്രകാരം ഗ്രൂപ്പ് ജെയിലെ 1-ാം സ്ഥാനക്കാർ റൗണ്ട് ഓഫ് 32-വിൽ നേരിടേണ്ടത് ഗ്രൂപ്പ് എച്ചിലെ 2-ാം സ്ഥാനക്കാരെയാണ്. അങ്ങനെയാണെങ്കിൽ വമ്പന്മാരെയെല്ലാം വിറപ്പിച്ച് വരവറിയിക്കുന്ന കേപ്പ് വെർഡെയാണ് അർജന്റീനയുടെ എതിരാളികൾ. ഗ്രൂപ്പ് എച്ചിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാർ സ്പാനിഷ് പടയാണ്. പക്ഷേ കേപ്പ് വെർഡെ പേപ്പറിൽ ചെറുതാണെങ്കിലും കളിമികവിൽ മെസ്സിയെയും കൂട്ടരെയും സമ്മർദ്ദത്തിലാക്കുമെന്ന് ഉറപ്പ് തന്നെയാണ്. ഗ്രൂപ്പ് മത്സരങ്ങളിൽ ഒരു തോൽവിയുമില്ലാതെയാണ് കേപ്പ് വെർഡെ നൗക്കൌട്ടിലേക്ക് വരുന്നത്. സ്പാനിഷ് പടയെയും ഉറൂഗിയെയും സൗദി അറേബ്യയെയും സമനിലയിൽ തളച്ചാണ് പെഡ്രോ ലിയറ്റയുടെ കുട്ടികൾ അർജന്റീനയ്ക്ക് മുന്നിലേക്ക് വരുന്നത്. ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ വരവറിയിക്കുന്ന കാനറികൾക്ക് റൗണ്ട് ഓഫ് 32-വിൽ എതിരാളികൾ ഗ്രൂപ്പ് എഫിലെ കരുത്തന്മാരായ ജപ്പാനാണ്. ഫിഫയുടെ ടൂർണമെന്റ് ഘടനയനുസരിച്ച് ഗ്രൂപ്പ് സിയിലെ 1-ാം സ്ഥാനക്കാരും ഗ്രൂപ്പ് എഫിലെ 2-ാം സ്ഥാനക്കാരും തമ്മിലാണ് ഈ മത്സരത്തിൽ ഏറ്റുമുട്ടേണ്ടത്. അതിനാൽ എതിരാളികളുടെ കാര്യത്തിൽ സംശയമില്ല. ജപ്പാൻ തന്നെയാണ് ബ്രസീലിന്റെ എതിരാളികൾ. ആദ്യ മത്സരത്തിൽ മൊറോക്കോയോട് സമനിലയിൽ കുരുങ്ങി പിന്നീട് ഹെയ്ത്തിയെയും സ്കോട്ടിഷ് പടയെയും 3 ഗോളുകൾക്ക് തകർത്താണ് ആഞ്ചലോട്ടി തന്ത്രം മെനഞ്ഞ് വിനീഷ്യസ് കളം നിറയുന്ന ബ്രസീൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി നൗക്കൌട്ടിലേക്ക് വാതിൽ തുറക്കുന്നത്. 2 സമനിലയും 1 വിജയവുമാണ് ജപ്പാന്റെ അക്കൗണ്ടിൽ ഉള്ളതെങ്കിലും എഴുതിത്തള്ളാൻ ചാണക്യൻ തയ്യാറാവില്ല. ഒരു കടുത്ത മത്സരം തന്നെ പ്രതീക്ഷിക്കാം. ഗ്രൂപ്പ് എഫിലെ പോരാട്ടങ്ങൾ മുഴുവൻ പൂർത്തിയാകുമ്പോൾ 2 സമനിലയും 1 വിജയവുമാണ് ജപ്പാന്റെ അക്കൗണ്ടിലുള്ളത്. ഇതോടെ 5 പോയിന്റുകൾ നേടി അവർ 2-ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്യുന്നത്. നിലവിലെ റണ്ണേഴ്സുകളായ ഫ്രഞ്ച് പടക്ക് നൗക്കൌട്ടിൽ എതിരാളികൾ സ്വീഡനാണ്. ആദ്യ 2 മത്സരത്തിലും 3 ഗോളുകൾക്ക് വിജയം കൈവരിച്ചവർ ഡെംബലയുടെ ഹാട്രിക് മികവിൽ നോർവേയെയും നിരായുധരാക്കിയാണ് ഫ്രഞ്ച് പട നൗക്കൌട്ടിലേക്ക് ഇറങ്ങുന്നത്. എംബാപ്പയുടെയും ഒലിസയുടെയും ഡെംബലയുടെയും മികവിൽ കുതിക്കുന്ന ഫ്രാൻസിന് സ്വീഡൻ അത്ര വലിയ എതിരാളികളൊന്നുമല്ല. എന്നിരുന്നാലും പേടിക്കാതിരിക്കാനും സാധിക്കില്ല. കാരണം ഓർമ്മയിലെ കൊമ്പന്മാരുടെ പരാജയങ്ങൾ ഭീതി പടർത്തുന്ന നിഴലുകളാണ്. ആദ്യ മത്സരത്തിൽ ഗതി കിട്ടാതെ പതറി ഒത്തിണക്കമില്ലാതെ കളിക്കളത്തിൽ കാണപ്പെട്ട പറങ്കിപ്പട ഉസ്ബെക്കിസ്ഥാനെതിരെ 5 ഗോളിന്റെ വമ്പൻ തിരിച്ചുവരവാണ് നടത്തിയത്. ഭാഗ്യമെന്നോണം ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരം കൊളംബിയക്കെതിരെ സമനിലയിൽ കലാശിച്ചു. അതോടെ നൗക്കൌട്ടിൽ റോണോയുടെ പോർച്ചുഗലിന് നേരിടേണ്ടത് ലൂക്കോ മോഡ്രിച്ചിന്റെ ക്രൊയേഷ്യയാണ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇംഗ്ലണ്ടിനെതിരെ തോൽവിയോടെയാണ് ക്രൊയേഷ്യ തുടക്കം കുറിച്ചതെങ്കിലും പിന്നീട് ഗാനയെയും പനാമയെയും തളച്ചിട്ടാണ് ലൂക്കയും കൂട്ടരും നൗക്കൌട്ടിലേക്ക് എത്തിച്ചേർന്നത്. ഈ കളിയും വെച്ച് പറങ്കിപ്പട ഏതുവരെ പോകുമെന്ന് അറിയില്ല. നികത്തേണ്ടത് നികത്താതെ കളത്തിന്റെ അങ്കത്തട്ടിലേക്ക് വന്നാൽ നാട്ടിലേക്ക് തിരിച്ചു മടങ്ങേണ്ട സമയം വിദൂരമായിരിക്കില്ല. ഓരോ ലൈനിലും മികച്ച താരങ്ങളുണ്ടായിട്ടും വമ്പന്മാരുടെ ടാക്ടിക്സിന് മുമ്പിൽ അടിപതറുന്ന പോർച്ചുഗലിനെയാണ് കൊളംബിയക്കെതിരെ നമ്മൾ കണ്ടത്. മാറ്റങ്ങൾ അനിവാര്യമാണ്. മാർട്ടിനസും കൂട്ടരും ലക്ഷ്യബോധത്തോടെ പന്തുരുട്ടാൻ ഇനിയും മടിച്ചാൽ കാലം വീണ്ടും ആ 40-കാരന് മേൽ സങ്കടങ്ങളുടെ പർവ്വതം ചാർത്തും. ദൈവമേ, കണ്ടു നിൽക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല. ടണലിനിടയിലൂടെ കണ്ണീർ പൊഴിച്ച് മ്ലാനത പുരണ്ട മുഖത്തോടെ ആ മനുഷ്യനെ ദർശിക്കാൻ എൻ്റെ മനസ്സിന് ധൈര്യമില്ല. അയാളെ ഇനിയും നിങ്ങൾ പരീക്ഷിക്കരുത്. ഇതിലെ ഏറ്റവും ആവേശകരമായ പോരാട്ടം നെതർലാൻഡ്സിൻ്റേതാണ്. അവർക്കെതിരാളികൾ വമ്പന്മാരായ മൊറോക്കോയാണ്. ജപ്പാനെതിരെ 2-ന്റെ തുലാതുലനമായിരുന്നു നെതർലാൻഡിന്റെ തുടക്കം. എന്നാൽ സ്വീഡനെതിരെ 5 അടിച്ച് തങ്ങളിക്കുറി ഫേവറേറ്റുകളാണെന്ന് അവർ തെളിയിച്ചു. തുടർന്ന് ടുണീഷ്യക്കും കൊടുത്തു 3 എണ്ണം. അതോടെ ഗ്രൂപ്പ് എഫിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് നൗക്കൌട്ടിലേക്ക് നെതർലാൻഡ്സ് വരവറിയിക്കുന്നത്. മറുഭാഗത്ത് മൊറോക്കോ ബ്രസീലിനെതിരെ സമനിലയിലാണ് തുടക്കം കുറിച്ചത്. തുടർന്ന് സ്കോട്ട്ലാൻഡിനെ 1-ന് പരാജയപ്പെടുത്തി ഹെയ്ത്തിയെ 4 ഗോളുകൾക്ക് തൂക്കിയെറിഞ്ഞാണ് ആഫ്രിക്കൻ കരുത്തർ വരവറിയിക്കുന്നത്.
കുറസാവോക്കെതിരെ പ്രതാപത്തിന്റെ ഓർമ്മകൾ ഉണർത്തി 7 ഗോളുകൾ അടിച്ചാണ് ജർമ്മനി വേൾഡ് കപ്പിന്റെ ആദ്യ അംഗത്തിന് പോരുമുറക്കിയത്. തുടർന്ന് എവരി കോസ്റ്റിനെ പരാജയപ്പെടുത്തിയെങ്കിലും ഇക്വഡോറിനെതിരെ തല താഴ്ത്തി മടങ്ങേണ്ടി വന്നു. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി കയറി വന്ന ജർമ്മനിക്ക് എതിരാളികൾ പരാകുകയാണ്. പേരിലേക്കും പ്രതാപത്തിലേക്കും നോക്കിയാൽ നൗക്കോട്ടിൽ ബെൽജിയം vs സെനഗൽ പോരാട്ടം തീ തുപ്പുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ ഗ്രൂപ്പിൽ കുടുക്കുകളുടെ കുടുക്കയച്ചാണ് ഇരുവരും നൗക്കോട്ടിലേക്ക് മാർച്ച് ചെയ്യുന്നത്. ഫ്രാൻസിനോടും സ്വീഡനോടും പരാജയപ്പെട്ട് ഒടുക്കം ഇറാഖിനെ 5 ഗോളിൽ നിരായുധരാക്കി സാദിയോ മാനയുടെ സെനഗൽ വരവറിയിക്കുമ്പോൾ ബെൽജിയം 2 സമനിലയും ഒടുക്കത്തഞ്ചിന്റെ വിജയവുമാണ് ഡിബ്രൂയിനയുടെ പോരാളികളെ കരകയറ്റിയത്. വിടവടച്ച് പാളിച്ചകൾ പൊളിച്ചു നീക്കി ഇരുവരും ഒരുക്കമാകുമ്പോൾ മത്സരം കളറാകും. എമ്മാലടങ്ങുന്ന യുവനിരകളാൽ സജ്ജരാകുന്ന സ്പാനിഷ് പടക്ക് നേരിടേണ്ടത് അർജന്റീനയുടെ കൂട്ടിൽ നിന്നും വരുന്ന ഓസ്ട്രിയയാണ്. 1 ജയവും 1 തോൽവിയും 1 സമനിലയുമാണ് ഓസ്ട്രിയയുടെ അക്കൗണ്ടിലുള്ളത്. ഗ്രൂപ്പ് ചാമ്പ്യന്മാരാണെങ്കിൽ പോലും ആരാധകർ പ്രതീക്ഷിച്ച ഒരു പ്രകടനമല്ല സ്പാനിഷ് പടയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഓരോ ലൈനിലും പേരുകേട്ട താരങ്ങൾ നിരക്കുമ്പോൾ ഫുട്ബോൾ പണ്ഡിറ്റുകൾ എഴുതിയിട്ട കളിശൈലി ഇന്നും മറിഞ്ഞു കിടപ്പാണ്. എല്ലാം അവർക്ക് തെളിയിക്കണം. വീര്യമുണർത്തുന്ന കളികൾ റൗണ്ട് ഓഫ് 32 കുറവാണെങ്കിലും ഒരു മത്സരവും കുറച്ചു കാണാനാകില്ല. കാരണം ഇത് ലോകകപ്പാണ്. പ്രീ ക്വാർട്ടറോടെ ലോകകപ്പിന്റെ മുഖം മാറുമെന്നതിൽ സംശയമില്ല. കൺകാതുകൾ കൂർപ്പിച്ച് തന്നെ വെച്ചേക്കുക. അത്ഭുതങ്ങളും അട്ടിമറികളും നിറഞ്ഞ ഒരു വിശ്വപോരാട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്.